പിന്നെ മോൻ മരിച്ചുപോയി. മോൻ്റെ കൊച്ചാണ് നിൽക്കുന്നത്. ഇത് കിട്ടിയാലെനിക്കൊരു സന്തോഷം. എൻ്റെ മരുവള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കാണുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട്. എനിക്കിന് മോൻ മരിച്ചിട്ട് 2 മാസമായുള്ള മഞ്ഞപ്പുത്തായിരുന്നു. പന്തളക്കോട്. എൻ്റെ മരുമകളും പോളും തന്നെ ഇരിക്കണം. മോൻ്റെ കൊച്ചിത്. മോൻ്റെ കൊച്ചാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ പഠിപ്പിക്കണം. ഇങ്ങനെ എല്ലാവരും കൂടെയൊക്കെ സഹായിച്ചങ്ങ് പഠിപ്പിച്ചുകൊണ്ടൊക്കെ പോണ്. ഇങ്ങനെയൊക്കെ 2 മാസമായുള്ള 2 മാസം 7 ദിവസമായി. 3 വർഷം കൊണ്ട് നമ്മൾ സ്വീകരിച്ചായിരുന്നു. 38 വയസ്സായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം പള്ളിക്കാരെല്ലാവരും കൂടെയൊക്കെ സഹായിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം. ഇന്നും അവരെ സഹായത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. എനിക്കൊരു മോനും ഒരു മോള്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ മരിച്ചു പോയി. എൻ്റെ മോനേക്ക് എന്നെ ഇട്ടിട്ടും പോയി. അവന് 38 വയസ്സേ ആയുള്ള. 3 വർഷം കൊണ്ട് ശീലിച്ചാലായിരുന്നു. അവൻ തട്ടിൻ്റെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന് മഞ്ഞപ്പിത്തം വന്ന് വയറൊക്കെ നീര് കയറി, കിഡ്നിക്ക് കംപ്ലൈൻറ്റ്, കാർഡിന് കംപ്ലൈൻറ്റ്, കരളൊക്കെ വീക്കം വന്ന് ബ്ലഡൊക്കെ ഛർദ്ദിച്ചു. അവസാനം മരിച്ചു. ഇപ്പോൾ വീട്ടിൽ തന്നെ ഒരു വരുമാനമാകുന്നല്ലേ? വീട്ടിൽ തന്നെ തയ്ക്കാൻ പറ്റും. അങ്ങനെ കൊച്ചു തയ്ക്കാന്നുള്ള ഇതിൽ നിൽക്കണം. മോള് നേരത്തെ പുറത്ത് പോയി തയ്ക്കുകയായിരുന്നു? അല്ല, അവളെ വീട്ടിൽ അവിടെ മരുമോളെ വീട്ടിലൊക്കെ തയ്ച്ചോണ്ടിരുന്നെന്ന് പറയണ്. അപ്പോൾ അവൾക്ക് സുഖമില്ല, മാനസികമായിട്ടുള്ള പേറുകൂടെ ആശുപത്രിനും ഗുളിക വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു മാസം തോറും. അങ്ങനെ തയ്ക്കാന്നൊക്കെ പറഞ്ഞിരിക്കണം. ഇത് മറ്റേ ചുരിദാറൊക്കെ അടിക്കുക, നൈറ്റിയൊക്കെ അടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ സാറെന്നെ ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് അങ്ങനെ വേറൊരു പാസ്റ്ററൊക്കെ വന്ന് നമ്മളെ സങ്കടം കണ്ട് എന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് 10-25 ദിവസം ആവേള ഞങ്ങളിത് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സങ്കല്പിച്ച് തന്നു. മോൻ്റെ കൊച്ചാണ്, ആഴി പഠിക്കണം. അവൻ ചെറുപ്പക്കാരൻ. മക്കള് 38 വയസ്സായുണ്ട്. ഒരു കൊച്ചുള്ള. ഞങ്ങൾ 3 എണ്ണേ ഉള്ള. ഒരു മോട്ടപ്പുറത്തൊരു വീട്, പണ്ട് കിട്ടിയ വീട് കിടക്കണം. എല്ലാം ചോന്നൊലിച്ച് കിടക്കണം. ഒരു സറസി തന്നെ പണി ചെയ്യാതെ മറ്റേ മെയിൻ്റനൻസ് ഒന്നും അതിൻ്റെ മുകളിൽ വാഷൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സൈഡെല്ലാം ഇടിഞ്ഞും പൊടിഞ്ഞും കമ്പിയായിട്ടൊക്കെ കിടക്കണം. ഇങ്ങനെയൊക്കെ കിടക്കണം. ഇനി ആരും ഒരാറിനില്ല. ഞങ്ങൾ 3 എണ്ണേ ഉള്ളൂ. ഇങ്ങനെ ഒരു പരുവത്തിനങ്ങ് പോണു. ഇന്നലെ തന്നെ വിമിൻ സാറ് വിളിച്ച് പറഞ്ഞു. പിന്നെ രാവിലെ എഴുച്ച് എങ്ങനെയെങ്കിലും ഒരു പയ്യൻ ഇങ്ങോട്ട് വന്ന പയ്യൻ്റെ കൂടെ വണ്ടിയിൽ വന്നിരിക്കും. വണ്ടിയിലൊന്നും ബസ്സിലൊന്നും കയറാൻ പോയാൽ കാലൊക്കെ സുഖമില്ലാത്തതാണ്. ഞാൻ ഗുളിക ഇരിക്കും. അപ്പോഴവിടെ ഷുഗറൊക്കെ കുറഞ്ഞു ഓടും. പെട്ടെന്ന് വയ്യാതെയൊക്കെ ഇവിടെ ഇങ്ങനെ പോകണം. അവളെ അമ്മയ്ക്കും വയ്യ. അവളെ അച്ഛൻ മരിച്ചു പോയി. ഞങ്ങളെ വീടൊരു കുന്നിൻ്റെ മണ്ടയിൽ. ഒരു കുഞ്ഞേ ഉള്ള. അവള് മെഡിക്കരുത്. അങ്ങനെ 3 വർഷം കൊണ്ട് ഞാൻ ഒരു ദിവസം 2 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ട് 1200 രൂപ കൊടുത്ത് കൂടുതലാകുമ്പോൾ കൊണ്ടുപോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നും കൂടുതലാകും. വയറൊക്കെ വെള്ളം കെട്ടി നീരും കെട്ടി എടുത്തോണ്ടാണ് ആംബുലൻസ് വണ്ടികളിൽ കൊണ്ടുപോകണം. 38 വയസ്സായെന്നു മരിച്ചു. ഇന്ന് 2 മാസവും 8 ദിവസമായി. മഞ്ഞപ്പിത്തായിരുന്നു. കറണ്ടിനൊക്കെ പ്രശ്നമായിരുന്നു. തട്ടിൻ്റെ പണിക്കൊക്കെ പോയിക്കൊണ്ട് നേരത്തെ ഇത്തിരി ശാലം വെള്ളമൊക്കെ അടിക്കുമായിരുന്നു. ജോലിക്കൊക്കെ വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു. ജോലിക്കൊക്കെ പോയിരുന്നത് വന്നനൊക്കെ അറിഞ്ഞില്ലായിരുന്നു. ബ്ലഡിലായിപ്പോയി. ബ്ലഡിൽ ആയിപ്പോയി. ഇങ്ങനെയൊക്കെ പിന്നും കയറി കൂടി വിട്ട് കൊണ്ടുവന്നു. മാർക്കൊള്ളിച്ചു വിട്ടു. എങ്കിലും 3 വർഷം കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ട് നടന്ന് കൊടുക്കുക. അവസാനം ഞങ്ങൾ 4 എണ്ണം ആശുപത്രിയിലായിരുന്നു. എന്ന് വെച്ചാൽ കൂടെ ആൾ വേണമെന്ന് പറഞ്ഞു. ആരും ഇരിക്കാനില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരു മോൾ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 4 വർഷം കഴിഞ്ഞ് അറ്റാക്ക് വന്ന് മരിച്ചു. കൊറോണ സമയത്ത്. അമ്മ മരിച്ചിട്ട് 14 വർഷമായി. അപ്പോൾ പണ്ടൊരു 75,000 രൂപ കിട്ടിയ വീടാണ് എനിക്ക് വച്ചിട്ടയക്കുന്നത്. പക്ഷെ തറയൊന്നും ചെയ്താൽ മോളിൽ വാഷ് ചെയ്യാത്തതുകൊണ്ട് ചോർച്ചയായിട്ട് ഇങ്ങനെയൊക്കെ കിടക്കണം. ഒരു മോട്ടപ്പുറത്താണ്. വഴി പോലും ഇല്ല. ഒരു ചെറിയ ചവിട്ട് വഴിയാണ് ഉള്ളത്. അങ്ങനെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഒരു 750 രൂപ കൊടുത്ത് ചെറിയ ഷെപ്പ് നമ്മളെ പേരിടല്ല, നമുക്ക് മുകളിലോട്ടാണ്. ആ വഴി ശകലം കൂടെ ചെത്തി വെച്ച് നമ്മൾ കയറ് കെട്ടിയിട്ട് 10-27 പടിയുണ്ട് കൊണ്ടാണ് കയറി പോണത്. ഞാൻ ഈ കാല് വയ്യാത്ത ഞാനൊക്കെ. തന്നതിന് നന്ദിയുണ്ട്. എല്ലാവർക്കും നന്ദി. ശരി. ഞങ്ങൾക്കറിയാം, നേരത്തെ സോഷ്യൽ വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോള് വഴി പാസ്റ്റർ വഴിയാണ് പരിചയം. പാസ്റ്റർ അവരുടെ ചർച്ചിലാണ് വരുന്നത്. അപ്പം അങ്ങനെ പരിചയമായി. ഞങ്ങളെ കഴിയുന്ന ഹെൽപ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോക്ക് സ്കൂളിൽ തുറന്നപ്പോൾ
സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഈ അമ്മയുടെ മോൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന ഒരു എമൗണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒന്ന് റിക്കവറായി വരുമായിരുന്നു. പെട്ടെന്നായിരുന്നു മരിച്ചത്. ഞങ്ങൾ കൊണ്ട് ഒരുപാട് സഹായമൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സഹായമൊക്കെ ചെയ്തു. ഇവിടെ വരാൻ കാരണം ഇവിടെ മാമിനെ അറിയാം, ഫ്രണ്ടാണ്, അങ്ങനെ വന്നു. അറിയാമടുത്തെ അറിയാം അല്ലേ? വന്നപ്പോൾ തന്നെ അപേക്ഷ സ്വീകരിച്ചു. ഒത്തിരി സന്തോഷം അല്ലേ? അറിയാമോ കുറച്ചൊക്കെ? ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കുളം അല്ല, മേഡം നേരത്തെ മുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോനെ പഠിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീട്ടിൽ ഞാൻ, മോന്, അവരുടെ അച്ഛൻ, മോള്, ഞങ്ങൾ 4 പേര്. എൻ്റെ അമ്മ സുഖമായിരുന്നപ്പോഴാണെങ്കിലും സാറ് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഞങ്ങളുടെ അടുത്തുള്ളവരെയൊക്കെ രോഗികളായിട്ടിരുന്നവരെയൊക്കെ സാർ, അങ്ങനെ ഞാൻ സാറിനെ കാണാൻ പോകുന്നതിന് ആദ്യമായിട്ട്. എൻ്റെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒത്തിരി പ്രാവശ്യം സാറ് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എവിടെ വെച്ച് കണ്ടാലും നല്ല സ്നേഹമാണ്, എന്തോ നല്ല കരുതൽ. അതന്നെ, ഒരുപാട് പ്രാവശ്യം സ്നേഹം അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് മനസ്സിലാക്കി നമ്മളോട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആരുമില്ലാത്തവർക്ക് കൂട്ടര് പോലും ഇങ്ങനെ ഇല്ല. അത് സത്യമായിട്ടും അങ്ങനെ ഇല്ല. അതുപോലെ ഓരോ കാര്യത്തിനും നമ്മളോട് സഹായം ചെയ്യുന്നുണ്ട്. സഹായത്തിന് തന്നെയല്ല, തിരക്കുന്നുണ്ടല്ലോ, കാര്യങ്ങൾ തിരക്കുന്നതിനുള്ള മനസ്സുണ്ട്. അതാണ് ഏറ്റവും അത് തന്നെ. എന്തൊരു ആവശ്യമുണ്ടല്ലോ ആദ്യം വിളിക്കാൻ ഒരു നമ്പറുണ്ട്. ഭയങ്കര സന്തോഷം. അമ്മയെ കഷ്ടപ്പെട്ട് ഞങ്ങളിപ്പം വളർത്തുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിന് ഒരു നന്ദി പറഞ്ഞു. മോൻ എങ്ങനെ ഇവിടെ വന്ന് ബന്ധപ്പെട്ടത്? അമ്മയുടെ നമ്മളുടെ പുറത്ത് വന്നു. നേരത്തെ അറിയാം. സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഒരു അതെ. ഇത് നമ്മുടെ കോൺഗ്രസിൻ്റെ വാർഡിൻ്റെ പ്രസിഡന്റ് അങ്ങനെയാണ് വന്ന് നമ്മൾ ചോദിച്ച് ഇങ്ങനെയാണ് അപേക്ഷ കൊടുത്തത്. നേരത്തെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? തയ്യലുണ്ടായിരുന്നു. ആണോ? കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി അല്ലേ? സന്തോഷമുണ്ട്. സാറിൻ്റെ പേരിന് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. നിങ്ങളെ അറിഞ്ഞ് തന്നു അല്ലേ? ഓക്കെ, സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നാണ്. എങ്ങനെ ഇവിടെ വരാൻ കാരണം? വീട്ടിൽ തയ്ക്കും, പുറത്തൊന്നും പോയിട്ടില്ല, വീട്ടിലിരുന്ന് തയ്ക്കുമായിരുന്നു. വീട്ടിൽ തയ്ക്കും അല്ലേ? മിഷൻ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്? മിഷൻ നേരത്തെ ഉണ്ടായിരുന്നു, കംപ്ലൈൻ്റ് ആയി. ആണോ? എവിടുന്ന് വരുന്നത്? ചിറയൻകീഴ്. ഇവിടെ അപേക്ഷ കൊടുക്കാൻ കാരണം എങ്ങനെയാണ് അപേക്ഷ കൊടുക്കാനൊരു ഇതായത് ഇവിടെ വന്ന്? നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആണോ? എൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ള രാജേഷ് മുല്ലശ്ശേരിയാണ് ഇതുമായിട്ട് പരിചയപ്പെടുത്തി. രാജേഷ് മുല്ലശ്ശേരി ആണോ? പുള്ളിയാണ് ഞങ്ങളെ ചേച്ചിയുമായിട്ട് വിളിച്ച് പറഞ്ഞ് സംസാരിപ്പിച്ച് നമുക്കിത് വാങ്ങിക്കൊടുക്കുന്നത്. അതല്ലേ? സന്തോഷമായി. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനൊരു മാർഗം ഇതായിട്ട് കിട്ടിയത് കൊണ്ട് വളരെ സന്തോഷം. ഒത്തിരി സന്തോഷം. മോനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. എന്തായാലും ചേച്ചി ഇങ്ങനെ ആയാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ തന്നെ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോട്ടെ, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥനയാണത്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ മംഗലപുരം മുരുക്കുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്. മുരുക്കുമ്പുഴ ആറ്റിങ്ങൽ. അപ്പം മെഷീനൊക്കെ എടുത്ത് വെച്ചോ? എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ നല്ല ആശംസകൾ കേട്ടോ. തയ്യൽ മെഷീൻ കിട്ടി, അത് വലിയ സന്തോഷമാണ്. എനിക്ക് തയ്യൽ തുടങ്ങാനും മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും. ഇപ്പം ജോലിയൊന്നും ഇല്ല, ഇരിക്കുകയായിരുന്നു. സ്റ്റിച്ചിങ് ആണ് എനിക്ക്. പുതിയ മെഷീൻ കിട്ടി. 18 വർഷം മുമ്പ് അതിന് എനിക്കൊരു മെഷീൻ തന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊരു ടീ മെഷീൻ. വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ പേരിൽ ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. വളരെ സന്തോഷം. സാർ ഉള്ളപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. മറിയാവുമ്മൻ അല്ലേ? മാഡം. അതെ, മാഡം പല പ്രാവശ്യം പല കാര്യങ്ങൾക്കായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. സാറിനെ പോലെ തന്നെ സാറിൻ്റെ മകളും. എവിടെയാണ് ഇപ്പം മെഷീൻ കൊണ്ട് തയ്ക്കുന്നത്? മെഷീൻ കൊണ്ടുപോകണോ? പന്തലക്കോട്. ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ആഡ് കണ്ടായിരുന്നു മാമിൻ്റെ മാഡത്തിൻ്റെ ആഡ് കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ഫ്രണ്ട് മുഖാന്തരം കൊടുത്തു. ആണല്ലേ? നിങ്ങൾ നേരത്തെ എന്നാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവിടെ പുറത്ത് പോയി ചെയ്യുമായിരുന്നോ അതോ? വീട്ടിൽ തയ്ച്ചു കൊണ്ടുപോകുന്നതിന് വീട്ടിലൊരെണ്ണുണ്ടെങ്കിൽ അത് സൗകര്യമായിരുന്നു. അതുകൊണ്ട് കിട്ടി, വലിയ ഉപകാരം തന്നെ. സ്റ്റിച്ചിങ് ആണ്, വർക്ക് സ്റ്റിച്ചിങ് ആണ്. ആണല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പം അമ്മ, കുട്ടികൾ, ഹസ്ബൻഡ്.
ഹസ്ബൻഡ് 2 കുട്ടികൾ. 2 കുട്ടികൾ. ഇവിടെ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമുണ്ട് മെലോഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആ ഗ്രൂപ്പും ഞങ്ങൾ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിനും കൂടെ ചേർന്നാണ് ഇപ്പം ഞങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. സർവീസായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വേറെ ചാരിറ്റി ട്രസ്റ്റാണോ? എന്താ? അല്ലല്ല, സെയിം ചാരിറ്റി ട്രസ്റ്റ് തന്നെ. ഇതിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കും. അതെ അതെ, അതൊരു ക്വയർ ഗ്രൂപ്പാണ്. എൻ്റെ വീട് പട്ടം. അതെ. ഈ കൂടെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും അതെ, ഞങ്ങൾ കൂടെ സജീവമായിട്ട് പറ്റുന്നിടത്തോളം ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. നമ്മളൊരു ടീമായിട്ട് കുറച്ച് പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പറ്റുന്നിടത്തോളം പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി അല്ലേ? പിന്നെ അല്ലാതെ ഭയങ്കര പോസിറ്റീവ് എനർജി. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പം അവിടെ കിട്ടുന്ന ഒരു എനർജി അതൊരു വല്ലാത്തൊരു ഇതാണ്. നമുക്ക് കിട്ടാത്ത ഒരു, അപ്പോഴാണ് നമ്മുടെ പ്രിവിലേജ് നമ്മൾ ആരാണെന്നൊക്കെ ഉള്ള ഒരു ഇത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ അവരുടെ കണ്ണ് പെട്ടെന്ന് അറിയുക, പക്ഷെ അത് സന്തോഷത്തിന്റെ കണ്ണീരാണ്. അല്ല, ഇതും സന്തോഷത്തിന്റെ കണ്ണീര് തന്നെയാണ്. അതെ. മാഡത്തിന്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഷാരി. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ IT-യിൽ വർക്ക് ചെയ്യുക, ടെക്നോ പാർക്ക്. അതെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും മാഡത്തിന്റെ കൂടെ ഒന്ന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഉറപ്പായിട്ടും ഞങ്ങളും മുന്നോട്ട് ചേച്ചിയുടെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. താങ്ക് യു. എങ്ങനെ ഇവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത്? അവരുടെ ഈ തീരെ കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആവശ്യക്കാർ. ഇന്നിപ്പോൾ ഈ മേടിച്ച ഈ കുടുംബം അവർ പലതരത്തിൽ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ തരത്തിലും ഒത്തിരി ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാണ്. ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചു, 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഒരമ്മയാണ് ഇപ്പോൾ ഉള്ളത്, ഒരു കൊച്ചുമോളും ഉണ്ട്. അപ്പോൾ അവരിനി പുള്ളിക്കാരി ഇച്ചിരി മാനസികമായിട്ട് പ്രയാസങ്ങളുള്ള ആളാണ്, മരുന്നെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇനി മുമ്പോട്ട് എങ്ങനെ പോകും എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികത്തിൽ ഇങ്ങനെ ഒരു സംരംഭം വിമൽ സാറ് വഴി കേട്ട് അങ്ങനെ അതിൽ സെലക്റ്റഡായി. വളരെ സന്തോഷം തോന്നുന്നു. അത് അവർക്കൊരു ഇവിടെ എത്തുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. സാറിൻ്റെ ഒരു കാര്യവും എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മുടെ ഈ കുടുംബത്തെക്കുറിച്ച് നമുക്കൊരു അഭിമാനമാണ്. ആ കുടുംബം നമുക്കൊരു അഭിമാനമാണ്. അഭിമാനം. അല്ല, ഇതുപോലൊരു കുടുംബം ഉണ്ടോ ഇങ്ങനെ? നമുക്കൊന്ന് ഞാനിവിടുന്ന് ചിന്തിക്കുകയായിരുന്നു, ഒരു നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു മാവേലി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അത് എത്രമാത്രം സത്യം എന്ന് പറഞ്ഞുകൂടെ അവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല എന്ന് അതിനൊരു തെളിവൊന്നുമില്ല. പക്ഷേ അതിനോടൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരാൾ കേരളത്തിൽ ഞാൻ വലിയ വർത്തമാനം പറയല്ല, ഉമ്മൻചാണ്ടി സാറിനുണ്ട്. ഈ കാലഘട്ടത്തിലൊരു മാവേലിയാണ് നമുക്ക് തോന്നിപ്പോകും. ഓക്കെ, ആ രീതിയിലേക്ക് വന്നു. ഭയങ്കരമായിട്ട്. ഞാൻ വട്ടപ്പാറ കുറ്റിയാണി. ഏത് ചർച്ചാണ്? ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.